വെൽക്കം ബാക്ക് ടു Xylem learning. അഖില മിസ് ആണ്. സോ നമ്മുടെ ക്രിസ്മസ് എക്സാം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അല്ലെ. അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്കൈ നിയർ അറ്റ് ഹാൻഡ്, കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന് പറയുന്ന ചാപ്റ്റർ. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ പാർട്ട് 2 ആദ്യത്തെ ചാപ്റ്റർ ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത ഇതുവരെ പഠിച്ചതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളിവിടെ ആകാശത്തിന് അല്ലെ, നമ്മുടെ സ്കൈനെ കുറച്ചും കൂടെ അടുത്തുനിന്ന് അറിയാനായിട്ട് പോവാണ്. അവിടെയുള്ള കുറെ കഥകൾ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. കഥകൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഭൂമിയിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആകാശത്തുള്ള കുറെ അംഗങ്ങളുണ്ട് അല്ലെ, അവരെയൊക്കെ നമ്മൾ തിരിച്ചറിയാനും അവരുമായിട്ട് ബന്ധപ്പെട്ട സവിശേഷതകളും അവർക്ക് പിന്നിലുള്ള കഥകളും ഒക്കെ നമ്മൾ പറയാൻ പോവാണ്. അപ്പൊ അതിനൊക്കെ മുന്നോടിയായിട്ട് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ സൗരയൂഥം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം പരിചയപ്പെടുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ആളുകളുണ്ട്. അതായത് ആകാശത്ത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ആളുകൾ. അപ്പൊ അവര് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സോളാർ സിസ്റ്റത്തിനെ പറ്റി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് അല്ലെ. സൂര്യനും കുറെ ആളുകളും അടങ്ങിയിരിക്കുന്നതാണെന്നുള്ളത് ആ പേരിൽ നിന്ന് നമുക്ക് ഊഹിക്കാം. സോളാർ സിസ്റ്റം എന്നാണ്, സൗരയൂഥം എന്നാണ്. അപ്പൊ സൂര്യനുണ്ട്, വേറെ കുറെ ആളുകളുണ്ട്, അത്രയും നമുക്കറിയാം. അപ്പൊ അവരെ പറ്റി അവരെ ഓരോരുത്തരും ആരൊക്കെയാണ് അല്ലെ, ഏതൊക്കെ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അതിനാദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ രാത്രി ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന നമ്മുടെ സ്റ്റാർസ്, നമ്മുടെ നക്ഷത്രങ്ങളെ പറ്റിയാണ്. അപ്പൊ നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന സമയത്ത്, സ്റ്റാർസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട് ആകാശത്ത് ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നത് അല്ലെ. അപ്പൊ ഇവരുടെ ഒരു ഡെഫിനിഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ജ്വലിക്കുന്ന ആകാശഗോളങ്ങൾ, അതായത് ഹെവൻലി ബോഡീസ് ദാറ്റ് ഷൈൻ ഇൻ ദ സ്കൈ അല്ലെ. സ്വന്തമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഷൈൻ ചെയ്യുന്നു. നമ്മൾ പറയുന്നില്ലേ, നമുക്ക് നമ്മളെ പൊക്കാൻ നമ്മളെ വേറെ ആളെ ആവശ്യമൊന്നുമില്ല, നമ്മൾ സ്വയം പൊങ്ങിക്കോളും എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അതേപോലെ സ്വന്തമായിട്ട് ജ്വലിക്കുന്ന, സ്വയം എന്ത് ചെയ്യുന്ന, ഷൈൻ ചെയ്യുന്ന ആളുകളാണ് ആര്, നമ്മുടെ സ്റ്റാർസ് എന്ന് പറയുന്നത്, ആകാശഗോളങ്ങളാണ് ഇവര്. അപ്പൊ നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഈ പറയുന്ന രീതിയിലുള്ള ഒരു സ്റ്റാർ, ഒരു നക്ഷത്രമാണെന്ന് നമുക്ക് പറയാം അല്ലെ. കാരണം സൂര്യൻ ഇങ്ങനെ എന്ത് ചെയ്യാണ്, തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സ്വയമായിട്ട് ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സൂര്യനെ നമ്മൾ പറഞ്ഞു, നമ്മുടെ സോളാർ സിസ്റ്റം സൗരയൂഥത്തിലേക്ക് കടക്കുന്ന സമയത്ത് സൂര്യൻ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ആളെ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, പരിചയപ്പെട്ട് കഴിഞ്ഞു അല്ലെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഭൂമിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഭൂമി ഒരു ഗ്രഹമാണ്, ഒരു പ്ലാനറ്റ് ആണ് എന്നൊക്കെ മക്കൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. ഭൂമി എന്താണ്, യെസ്, ഒരു ഗ്രഹമാണ്, ഒരു പ്ലാനറ്റ് ആണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പറയാറുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ പ്ലാനറ്റ് അല്ലെങ്കിൽ ഗ്രഹങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. പ്ലാനറ്റ്സ് ആർ ഹെവൻലി ബോഡീസ് ഇൻ ദ സ്കൈ ദാറ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ അല്ലെ. അതായത് സൂര്യന് ചുറ്റും എന്ത് ചെയ്യാണ്, യെസ്, സൂര്യന് ചുറ്റും ഒരു ഡെഫിനിറ്റ് പാത്തിൽ, അതായത് നിശ്ചിതമായിട്ടുള്ള ഒരു എന്താണ് വഴിയിലൂടെ, യെസ്, ഒരു വഴിയിലൂടെ, ഒരു പാത്തിലൂടെ എന്ത് ചെയ്യുന്നു, സൂര്യനെ വലം വെക്കുന്നു, സൂര്യനെ വലം വെക്കുന്നു. അങ്ങനെ സൂര്യനെ വലം വെക്കുന്ന ആകാശഗോളങ്ങളെ, ഹെവൻലി ബോഡീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗ്രഹങ്ങൾ അഥവാ പ്ലാനറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഓർത്തു വെക്കുക, പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദാറ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ ഇൻ ഡെഫിനിറ്റ് പാത്ത് അല്ലെ. സൂര്യന് ചുറ്റും അവര് വലം വെക്കുന്നുണ്ട് നിശ്ചിത പാതയിൽ. അങ്ങനെ റൗണ്ട് അടിക്കുന്ന ആളുകളെയാണ് നമ്മൾ പ്ലാനറ്റ് അഥവാ ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ആര്, നമ്മുടെ ഭൂമി, നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമാണല്ലോ. അപ്പൊ അതാണല്ലോ നമുക്ക് പ്രധാനപ്പെട്ടത്. അപ്പൊ ഭൂമി അല്ലെങ്കിൽ എർത്ത് എന്ന് പറയുന്നത് ഒരു ഗ്രഹമാണ്, ഒരു പ്ലാനറ്റ് ആണെന്ന് ഓർത്തു വെക്കുക. അതിങ്ങനെ സൂര്യന് ചുറ്റും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വലം വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ സൂര്യനെ പരിചയപ്പെട്ടു അല്ലെ, സണ്ണിനെ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ പ്ലാനറ്റിനെ, നമ്മുടെ ഗ്രഹങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഈ പറഞ്ഞിട്ടുള്ള ഭൂമി മാത്രമാണോ ഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല അല്ലെ. ഭൂമി മാത്രമല്ല ഗ്രഹം എന്ന് പറയുന്നത്. ഭൂമിയെ പോലെ ഒരുപാട് പ്ലാനറ്റ്, ഒരുപാട് എന്താണ് ഗ്രഹങ്ങൾ നമ്മുടെ സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. അവരുടെ പേരിലേക്ക് നമ്മൾ വരികയാണ്. അതിനു മുമ്പേ പ്രധാനപ്പെട്ട ഒരാളെ കൂടെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. നമ്മളിപ്പോ സൂര്യനെയും ഭൂമിയെയും പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ഡെഫിനറ്റ്ലി നമ്മൾ അടുത്തത് പറയുന്നത് ആരെ പറ്റിയായിരിക്കും, നമ്മുടെ മൂൺ, നമ്മുടെ ചന്ദ്രനെ പറ്റിയായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മൾ കേട്ടെടുത്തോളം നമ്മുടെ സൂര്യനെ ആര് ചുറ്റുന്നുണ്ട്, നമ്മുടെ ഭൂമി ചുറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. സൂര്യനെ നമ്മുടെ ഭൂമി ചുറ്റുന്നുണ്ട്, അതായത് പ്ലാനറ്റ്, ഗ്രഹങ്ങൾ ചുറ്റുന്നുണ്ട്. ഈ പ്ലാനറ്റിന് ചുറ്റുന്ന ആളാണ് ആര്, യെസ്, നമ്മുടെ ആ വിഭാഗത്തിൽപ്പെട്ട, ആ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആളാണ് നമ്മുടെ മൂൺ അഥവാ ചന്ദ്രൻ എന്ന് പറയുന്നത്. യെസ്, അവരെ നമുക്ക് എന്ത് വിളിക്കാം, ഉപഗ്രഹങ്ങൾ അല്ലെ,
സാറ്റലൈറ്റ്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അവരെ വിളിക്കാനായിട്ട് പറ്റും. അപ്പൊ എന്താണ് സാറ്റലൈറ്റ്സ്, എന്താണ് ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറ്റലൈറ്റ്സ് ആർ ഹെവൻലി ബോഡി ദാറ്റ് റിവോൾവ് അറൌണ്ട് ദ പ്ലാനറ്റ്സ്, അല്ലെ, ഗ്രഹങ്ങളെ എന്ത് ചെയ്യുന്നു, വലം വെക്കുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്ലാനറ്റ് അഥവാ സാറ്റലൈറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇവരിൽ പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള നമ്മുടെ ഭൂമിയെ, നമ്മുടെ ഈ എർത്തിന്റെ ഒരു എന്താണ് സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഉപഗ്രഹം എന്ന് പറയുന്നതാണ് ആര്, നമ്മുടെ മൂൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹം, അല്ലെ, ഭൂമിയുടെ എർത്തിന്റെ സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഉപഗ്രഹമാണ് നമ്മുടെ ചന്ദ്രൻ അഥവാ മൂൺ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ പ്ലാനറ്റിനും എന്തുണ്ടായിരിക്കാം, സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, കൃത്രിമ ഉപഗ്രഹങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുമുണ്ട്, അല്ലെ. അപ്പൊ ഈ രീതിയിൽ എല്ലാവരും എവിടെയുണ്ട്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ആകാശഗോളത്തിലുണ്ട്, അല്ലെ. അപ്പൊ അവരെ എല്ലാവരെയും ചേർത്തിട്ടാണ് നമ്മൾ സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ദ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ആരൊക്കെയാണ്, സൺ, ദ പ്ലാനറ്റ്സ് അറൌണ്ട് ദ സൺ, സാറ്റലൈറ്റ്സ് ആൻഡ് മെനി അതർ സെലസ്റ്റിയൽ ബോഡീസ്, അല്ലെ, ആകാശ ഗോളങ്ങൾ അല്ലെങ്കിൽ ആകാശത്ത് കാണുന്ന വസ്തുക്കൾ, ഇവരെല്ലാവരെയും ചേർത്തിട്ട് നമ്മൾ പറയുന്ന പേരാണ് സോളാർ സിസ്റ്റം അഥവാ സൗരയൂഥം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദാ നമ്മുടെ സൂര്യന് ചുറ്റുമുള്ള പ്ലാനറ്റ്സ്, ഗ്രഹങ്ങളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അല്ലെ. നമ്മുടെ സൂര്യനാണ് ഇതാ ഇവിടെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ ഇതാ മെർക്കുറി ഉണ്ട്, വീനസ് ഉണ്ട്, എർത്ത് ഉണ്ട്, മാർസ് ഉണ്ട്, ജുപ്പിറ്റർ ഉണ്ട്, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ഇതൊക്കെ ആരാണ്, പ്ലാനറ്റ്സ് അഥവാ ഗ്രഹങ്ങളാണ്, അല്ലെ. അപ്പൊ ഇവരുടെയൊക്കെ ഉപഗ്രഹങ്ങള്, സാറ്റലൈറ്റ്സ്, നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഇപ്പൊ ഭൂമിയുടേതാണെങ്കിൽ ചന്ദ്രൻ, നമ്മൾ പറഞ്ഞില്ലേ മൂൺ. അപ്പൊ ഇവരെല്ലാവരും ചേർന്നിട്ടാണ് എന്ത് പറയുന്നത്, നമ്മള് സോളാർ സിസ്റ്റം അഥവാ സൗരയൂഥം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഐഡിയ മക്കൾക്ക് ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. ഇനിയും നമുക്ക് കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ കൂടെയായിട്ട് മക്കളോട് ഇതാ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാണ്, ദീപാവലിയാണ് വരുന്നത്, അല്ലെ. അപ്പൊ ദീപാവലിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതാ നമ്മുടെ സൈലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓഫർ തരുന്നുണ്ട്. അതായത് നമ്മുടെ പൃഥ്വി ബാച്ചില്ലേ, നമ്മുടെ 5ാം ക്ലാസ്സിലുള്ള മക്കൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പൃഥ്വി ബാച്ചില് ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. അതായത് ഈ ദിവാലി കോഡ് ആയിട്ടുള്ള നമ്മുടെ എന്താണ് ദിവാലി 20 എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് ഉണ്ട്. ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതാ താഴെ കാണുന്ന നമ്പർ ഇല്ലേ, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടോ മക്കൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ഇപ്പൊ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ലിമിറ്റഡ് സീറ്റേ ഉണ്ടായിരിക്കുള്ളൂ, അല്ലെ. പെട്ടെന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ഓഫറിൽ 20% ഓഫ് എന്ന് പറയുന്നത് വലിയൊരു ഓഫറാണ്, അല്ലെ. ആ ഓഫറിൽ മക്കൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും ജോയിൻ ചെയ്യാത്ത മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പൃഥ്വി ബാച്ചിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പൊ എല്ലാ മക്കൾക്കും യെസ്, ഹാപ്പി ദിവാലി. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.